10th സ്റ്റാൻഡേർഡിന്റെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇൻ ദ ആറ്റിക്. ആറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, തട്ടിൻപുറം എന്നാണ് കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എവറി ഹ്യൂമൻ ബീങ് ഡിസേർവ് ടു ബി ഫ്രീ ആൻഡ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി. എല്ലാ മനുഷ്യന്മാരും ഫ്രീ ആയിട്ട് എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട്, അത് മാത്രമല്ല ഡിഗ്നിറ്റി, അന്തസ്സോടുകൂടി ജീവിക്കാൻ അവരത് അർഹിക്കുന്നുണ്ട്. ഡിസേർവ് ചെയ്യാൻ പറഞ്ഞാൽ അവരത് അർഹിക്കുന്നുണ്ട്. ഓരോ മനുഷ്യനും അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, അന്തസ്സുണ്ട്. These are universal human rights, but in the world we live in, millions of people are denied their ബേസിക് റൈറ്റ്. ഇതൊക്കെ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ് ആണ്. നമ്മുടെ ഈ ലോകത്ത് എല്ലായിടത്തുള്ള മനുഷ്യന്മാർക്കുള്ള അവകാശമാണ് എന്ത്, അന്തസ്സോടുകൂടി ഫ്രീ ആയി ജീവിക്കുക എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് മില്യൺ കണക്കിന് ആൾക്കാർ ഡിനൈഡ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, അവരുടെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾ പോലും അവർ ഉപേക്ഷിക്കുന്നുണ്ട്. Władysław Spilman, a pianist and composer, was a Polish Jew. He was forced to live in the ghetto, a dismal place meant for Jews alone, during the Second World War. ഇതിലെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള വ്ലാഡിസ്ലോ സ്പിൻമാൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു പിയാനിസ്റ്റ് ആയിരുന്നു. അതുമാത്രമല്ല അദ്ദേഹം ഒരു ജൂ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജൂതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണ്. അദ്ദേഹം ഗട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രദേശത്തിന് പറയുന്നതാണ്, ആ ഒരു ദേശത്തിന്. അപ്പൊ ജൂതന്മാർ മാത്രം താമസിച്ചിരുന്ന സ്ഥലത്ത് ജീവിക്കാൻ അദ്ദേഹത്തിന് ഫോഴ്സ്ഫുള്ളി അവിടെ നിൽക്കേണ്ട ആവശ്യം വന്നു. എപ്പോഴായിരുന്നു അത്? സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത്. മോസ്റ്റ് ഓഫ് ദ ജൂസ് were then sent to concentration camp where they were tortured and then go to gas chambers where they were killed in mass. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടത്തോടു കൂടി, കൂട്ടമായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ പറയുന്നത് ആ ജൂതന്മാരെ ആദ്യം ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, അതിനുശേഷം അവരെ ഗ്യാസ് ചാമ്പറിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് കൂട്ടത്തോടെ കൊല്ലാറാണ് ചെയ്യുക സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് കേട്ടോ. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് സ്പിൽമാൻ, ഡെസ്പറേറ്റ് സ്ട്രഗിൾ ടു സ്റ്റേ അലൈവ് ഡ്യൂറിങ് ദ വാർ. അങ്ങനെ ആ ഒരു വാറിന്റെ സമയത്ത് ഡെസ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഗതികെട്ട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുകയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കഥയാണ് പറയാൻ പോകുന്നത് കേട്ടോ. നോക്കാം. ഇൻ ദ ആറ്റിക്, അപ്പൊ തട്ടിൻപുറത്ത്. I slumped on the chair by the ladder door. It was some time before I stammered with difficulty. Do what you like to me. I'm not moving from here. സ്ലാമേർഡ് എന്ന് പറഞ്ഞാൽ ശക്തമായി താഴേക്ക് ഇരിക്കുക. ലാർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കലവറ. കലവറയുടെ അടുത്തുള്ള ഡോറിന്റെ അവിടെ ഒരു കസാരയുണ്ട്. അദ്ദേഹം അതിലേക്ക് ശക്തമായി ഇരുന്നു കൊണ്ട് പറഞ്ഞു. സ്റ്റാമേർഡ് എന്ന് പറഞ്ഞാൽ വിക്കിയാണ് പറഞ്ഞു. പേടിയുണ്ട്, അതുകൊണ്ട് വിക്കി പറയാണ്, ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും എണീക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നെ ചെയ്തോ എന്ന് പറയാം. ഐ ഹാവ് നോ ഇന്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു, ദ ഓഫീസർ സെഡ്. എന്നാൽ അവിടെ നിൽക്കുന്ന ഓഫീസർ പറയുന്നത്, എനിക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ഇന്റൻഷൻ, ഒരു ഉദ്ദേശവും ഇല്ല. ദെൻ ഹി ആസ്ക്ഡ് മീ, വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്? നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കണം ഇവിടെ, അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കാൻ വേണ്ടി എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഐ ആം എ പിയാനിസ്റ്റ്. അപ്പൊ ജീവിക്കാൻ വേണ്ടി അദ്ദേഹം പറയും, ഞാനൊരു പിയാനിസ്റ്റ് ആണ്. ഹി ലുക്ക്ഡ് അറ്റ് മീ മോർ ക്ലോസ്ലി. അപ്പൊ അദ്ദേഹം ഒന്നും കൂടി ആ ഓഫീസർ ഒന്ന് അദ്ദേഹത്തെ നോക്കി. ദെൻ ഹിസ് ഗ്ലാൻസ് ഫെൽ ഓൺ ദ ഡോർ ടു ദ അതർ റൂം. അങ്ങനെ അദ്ദേഹത്തിന് നോക്കിയ വഴിക്ക് അടുത്ത റൂമിലേക്ക് നോട്ടം പോവുക. ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ നോട്ടം പോയി. എൻ ഐഡിയ സീം ടു ഹാവ് സ്ട്രക്ക് ഹിം. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നി ഓഫീസറിന്. കം വിത്ത് മീ, വിൽ യു? എന്റെ ഒപ്പം വരൂ, വരില്ലേ എന്ന് ചോദിക്കാം. വി വെന്റ് ഇൻ ടു ദ നെക്സ്റ്റ് റൂം വേർ എ പിയാനോ സ്റ്റുഡ് ബൈ ദ വാൾ. അങ്ങനെ ആ വാളിന്റെ അവിടെ ഒരു പിയാനോ ഉണ്ടായിരുന്നു നെക്സ്റ്റ് റൂമിൽ. ഞങ്ങൾ അങ്ങോട്ട് പോയി. ദ ഓഫീസർ പോയിന്റഡ് ടു ദ ഇൻസ്ട്രുമെന്റ്, പ്ലേ സംതിങ്. അങ്ങനെ ഓഫീസർ ആ പിയാനോയുടെ നേർക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, നീ എന്തെങ്കിലും ഇതിൽ പ്ലേ ചെയ്യാൻ പറഞ്ഞു. നമുക്ക് സൈഡ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. വാട്ട് വാസ് ദ ഓഫീസേഴ്സ് ആറ്റിറ്റ്യൂഡ് ടു സ്പിൽമാൻ? ആ സ്പിൽമാനോട് ഓഫീസറിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു? ദ ഓഫീസേഴ്സ് ആറ്റിറ്റ്യൂഡ് ടു സ്പിൽമാൻ വാസ് ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്ഫുൾ. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല ഹെൽപ്ഫുൾ ആയിട്ടാണ് പെരുമാറുന്നത്. വൈ ഡു യു തിങ്ക് ദ ഓഫീസർ ആസ്ക്ഡ് സ്പിൽമാൻ ടു പ്ലേ ദ പിയാനോ? എന്തുകൊണ്ടാണ് ഓഫീസർ ആ പിയാനോ വായിക്കാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്? ദ ഓഫീസർ വാണ്ടഡ് ടു വെരിഫൈ ഇഫ് സ്പിൽമാൻ വാസ് റിയലി എ പിയാനിസ്റ്റ്. അദ്ദേഹം ഒരു പിയാനിസ്റ്റ് തന്നെയാണോ, അയാൾ നുണ പറയണതാണോ സത്യം പറയണതാണോ എന്ന് അറിയണം, അതിന് വേണ്ടിയിട്ടാണ്. ഐ ലുക്ക്ഡ് എൻക്വയറിംഗ്ലി അറ്റ് ഹിം ആൻഡ് ഡിഡ് നോട്ട് മൂവ്. എൻക്വയറിംഗ്ലി എന്ന് പറഞ്ഞാൽ അന്വേഷണാത്മകമായിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൺഫേം ആവാതെ അല്ലെങ്കിൽ മനസ്സിലാവാതെ നമ്മൾ ഇങ്ങനെ അന്വേഷിക്കണ പോലെ നോക്കില്ലേ, അതുപോലെ നോക്കിക്കൊണ്ട് മൂവ് ചെയ്യാണ്ട് നിന്നു. കാരണം ഇദ്ദേഹത്തിന് പേടിയുണ്ടാവും. ആർക്ക്? സ്പിൽമാനെ. ഹി ഒബിയസ്ലി സെൻസഡ് മൈ ഫിയേഴ്സ് സിൻസ് ഹി ആഡഡ് റീഅഷറിംഗ്ലി. റീഅഷറിംഗ്ലി എന്ന് പറഞ്ഞാൽ ഉറപ്പ് നൽകുകയാണ്. ഉറപ്പ് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി ഇവൻ പേടിച്ചിട്ടാണ് നിൽക്കുന്നത് സ്പിൽമാൻ. അപ്പൊ ഉറപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞു, ഇറ്റ്സ് ഓൾ റൈറ്റ്, കുഴപ്പമൊന്നുമില്ല, യു ക്യാൻ പ്ലേ. നീ അവിടെ പിയാനോ വായിച്ചോ. ഇഫ് എനി വൺ കംസ് യു ക്യാൻ ഹൈഡ് ഇൻ ദ ലാഡർ ആൻഡ് ഐ വിൽ സേ ഇറ്റ് വാസ് മീ ട്രൈങ് ദ ഇൻസ്ട്രുമെന്റ് ഔട്ട്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നീ ആ ലാഡർ, ആ കലവറയിൽ നീ പോയി ഒളിച്ചിരുന്നോ, ഞാൻ പറഞ്ഞോണ്ട് ഞാനാണ് വായിച്ചതെന്ന്. വെൻ ഐ പ്ലേഡ് മൈ ഫിംഗേഴ്സ് ഓൺ ദ കീബോർഡ് ദേ ഷൂക്ക്. ഞാൻ ആ കീബോർഡിൽ വായിക്കാൻ ആ ഒരു എന്റെ ഫിംഗേഴ്സ് എടുത്തപ്പോൾ കൈയൊക്കെ വിരലൊക്കെ വിറയ്ക്കുകയാണ്.
ഐ ഹാഡൻ പ്രാക്ടീസ്ഡ് ഫോർ 2.5 years. 2.5 വർഷമായി ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട്. മൈ ഫിംഗേഴ്സ് were stiff and covered with a thick layer of dirt and I had not cut my nails for some weeks. ഒരുപാട് ആഴ്ചകളിലായിട്ട് നഖം വെട്ടിയിട്ടില്ല. കയ്യിൽ നിറച്ച് ഡേർട്ടി അല്ലെങ്കിൽ ചെളിയാണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല, ഒരു 2.5 വർഷമായിട്ട് വായിക്കാത്തതുകൊണ്ട് കൈന്റെ വിരലൊക്കെ നല്ല സ്റ്റിഫായിട്ട് എന്ന് വെച്ചാൽ നല്ല കട്ടിയിൽ ഇരിക്കുകയാണ്, വഴങ്ങുന്നില്ല. ഐ പ്ലേഡ് ചോപ്മിൻസ് നോക്ചോ ഇൻ സി ഷാർപ്പ് മൈനർ. When I finished, the silence seemed gloomy and eerie. Eerie എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഭയാനകമാണ്. അപ്പൊ ആ ഒരു സൈലൻസിൽ ഇത് വായിച്ചപ്പോ പെട്ടെന്നൊരു ഗ്ലൂമി eerie എഫക്റ്റ് ആണ് വന്നത്. I heard a shot down below outside the building. A harsh, loud German noise. ഞാൻ അപ്പം തന്നെ ആ ബിൽഡിങ്ങിന് പുറത്തായിട്ട് ഔട്ട്സൈഡ് ആയിട്ട് ഒരു വലിയ ശബ്ദം കേട്ടു. അതൊരു ലൗഡ് ആയിട്ടുള്ള ജർമ്മൻ നോയ്സ് ആയിരുന്നു ഞാൻ കേട്ടത്. ദ ഓഫീസർ ലുക്ക്ഡ് അറ്റ് മീ ഇൻ സൈലൻസ്. അപ്പോൾ ഓഫീസർ വേഗം സൈലൻസിൽ ഇങ്ങനെ നോക്കി. ആഫ്റ്റർ എ വൈൽ ഹി സൈഡ് ആൻഡ് മട്ടേഡ്. മട്ടേഡ് എന്ന് പറഞ്ഞാൽ പിറുപിറുത്തു. അപ്പൊ ആദ്യം ഒന്ന് ആള് ദീർഘശ്വാസം ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ പിറുപിറുത്തു. ഓൾ ദ സെയിം യു ഷുഡൻറ്റ് സ്റ്റേ ഹിയർ. ഐ വിൽ ടേക്ക് യു ഔട്ട് ഓഫ് ദ സിറ്റി ടു എ വില്ലേജ്. യു വിൽ ബി സേഫ് ദർ. അപ്പൊ അദ്ദേഹം പറയാണ്, നീ ഇനി ഇവിടെ നിൽക്കുന്നത് ഒരിക്കലും സേഫ് അല്ല, നിന്നെ ഞാൻ ഈ സിറ്റിയിലേക്ക് കൊണ്ടുപോവാം, സിറ്റിയിൽ നിന്ന് വില്ലേജിലേക്ക് കൊണ്ടുപോവാന്നാണ് പറയുന്നത്. അവിടെ നീ സേഫ് ആയിരിക്കുന്നു ആര് പറയാ? ഈ ഉദ്യോഗസ്ഥൻ പറയാണ് കേട്ടോ. ജർമ്മനിലെ ആൾ തന്നെയാണ് ഓഫീസർ. പക്ഷെ അദ്ദേഹം ഇദ്ദേഹത്തിനെ ഒന്നും ചെയ്യുന്നില്ല, അദ്ദേഹത്തിനെ സേഫ് ആക്കാന്ന് പറയാം. ഐ ഷൂക്ക് മൈ ഹെഡ്. ഐ കാൺ ലീവ് ദിസ് പ്ലേസ്. അപ്പൊ ആളിങ്ങനെ തലാട്ടിയിട്ട് പറഞ്ഞു, എനിക്ക് ഈ സ്ഥലം ഇവിടുന്ന് ലീവ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇവിടുന്ന് പോരാൻ പറ്റില്ല. ഐ സെർഡ് ഫേംലി. Only now did he seem to understand my real reason for hiding among the ruins. ഓൺലി നൗ, ഇപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒളിച്ചിരിക്കണേ എന്നുള്ളത്. കാരണം എല്ലാ ജൂതന്മാരെയും കണ്ടുകെട്ടി കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് പോരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി ഇത് ജൂതനാണോ എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വൈ വാസ് സ്പിൽമാൻ ഹെസിസ്റ്റന്റ് ടു പ്ലേ ദ പിയാനോ? ഹെസിറ്റന്റ്, മടി കാണിച്ചു പിയാനോ വായിക്കാനായിട്ട്. എന്തുകൊണ്ടാ സ്പിൽമാൻ വാസ് hesitant to play the piano? Because he had not practiced for 22 years അല്ലാട്ട് ആക്ച്വലി 2.5 years ആണ്. അത് നിങ്ങൾ അവിടെ ഒന്ന് തിരുത്തി എഴുതിക്കോളാം. 2.5 years. Moreover, his fingers were stiff and covered with a thick layer of dust. അല്ലെങ്കിൽ dirt എന്ന് എഴുതാം. And he had not cut his nail for weeks. ഇത് നമ്മുടെ തൊട്ട് സൈഡിലുള്ള പാരഗ്രാഫിലുണ്ട്, നിങ്ങൾ അത് എടുത്ത് എഴുതിയാലും മതി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഹൗ ഡസ് ദ ഓഫീസർ ഹെൽപ്പ് സ്പിൽമാൻ? സ്പിൽമാൻ എങ്ങനെയാണ് സഹായിച്ചത്? ബൈ ടെല്ലിംഗ് ഹിം ദാറ്റ് ഹി ഷുഡ് ഹൈഡ് ഇൻ ദ ലോഫ്റ്റ് ഡയറക്ട്ലി അബവ് ദ എൻട്രൻസ് ടു ദ ആറ്റിക്. തട്ടിന്മേലേക്ക് കയറുന്നതിന്റെ ആ മുകളിലായിട്ട് ഒരു ചെറിയ ലോഫ്റ്റ്, ഒരു ചെറിയ തട്ടിൻപുറം അല്ലെങ്കിൽ ഒരു ചെറിയൊരു കലവറ പോലത്തെ ഒരു സ്ഥലം അവിടെ സെപ്പറേറ്റ് ഉണ്ട്, അവിടെ താമസിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അത് ഇനി വരാൻ പോകുന്ന ഒരു പേജിലാണ് പറയുന്നത് കേട്ടോ. ഞാൻ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം ആൻസർ പറയുന്നതേ ഉള്ളൂ. സ്പിൽമാൻ ഹാഡ് നോട്ട് നോട്ടീസ്ഡ് ദാറ്റ് ലോഫ്റ്റ് ബിഫോർ. ഇതുവരെ അങ്ങനെ ഒരു അവിടുത്തെ ആ ഒരു തട്ടുമോൾ ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ ചെറിയ ഭാഗം ഉണ്ട് എന്നുള്ളത് സ്പിൽമാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഈ ഓഫീസറാണ് പറഞ്ഞു കൊടുത്തത്. വാട്ട് വാസ് ദ ഓഫീസർ അഷെയിംഡ് ഓഫ്? എന്തുകൊണ്ടാണ് ഓഫീസറിനെ ഭയങ്കര നാണക്കേട് തോന്നുകയാണ്? എന്തുകൊണ്ടാ? ഹി വാസ് അഷെയിംഡ് ഓഫ് ബീങ് ജർമ്മൻ ബിക്കോസ് ഓഫ് വാട്ട് ഹിസ് കൺട്രി ഹാഡ് ഡൺ ഡ്യൂറിങ് ദ വാർ. ഈ ഒരു വാറിന്റെ സമയത്ത്, യുദ്ധത്തിന്റെ സമയത്ത് ഈ ജർമ്മനിലെ ആൾക്കാരൊക്കെ വന്ന് പോളിഷിലുള്ള എല്ലാ ജൂതന്മാരെയും കൊല്ലുകയാണല്ലോ. അത് ആലോചിച്ച് താനൊരു ജർമ്മൻ ആയില്ലേ എന്ന് ആലോചിച്ച് അദ്ദേഹത്തിന്റെ നാണക്കേടാണ്. ഹി വാസ് അഷെയിംഡ് ഓഫ് ബീങ് ജർമ്മൻ. ജർമ്മൻ ആയാലാണ് അദ്ദേഹത്തിന് നാണക്കേട്. കാരണം ബിക്കോസ് വാട്ട് ഹിസ് കൺട്രി ഹാഡ് ഡൺ ഡ്യൂറിങ് ദിസ് വാർ. ഈ വാറിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ കൺട്രി എന്താണ് ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ. ഇനി അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തി, അദ്ദേഹം പറഞ്ഞു എന്താണ്, അവിടുത്തെ ആ ഒരു സ്പിൽമാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് തലകാട്ടി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, യു ആർ ജൂയിഷ്? ഹി ആസ്ക്, നീ ഒരു ജൂതനാണോ? യെസ്. യെസ്, വെൽ, ഹി മർമേർഡ്. ഇൻ ദാറ്റ് കേസ് ഐ സീ യു റിയലി കാൺട്ട് ലീവ്. വേർ ആർ യു ഹൈഡിങ്? അപ്പം ശരി, അപ്പൊ ഈ ഒരു സമയത്ത് നിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടുപോകാൻ പറ്റില്ല, നീ എവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ഇൻ ദ ആറ്റിക്, തട്ടിൻപുറത്താണ്. ഹി ഇൻസ്പെക്ടഡ് ദ ആറ്റിക് ആൻഡ് ഡിസ്കവേർഡ് സംതിങ് ഐ ഹാഡ് നോട്ട് യെറ്റ് നോട്ടീസ്. അപ്പൊ തട്ടിൻപുറത്ത് കയറിയിട്ട് ഇതുവരെ തട്ടിൻപുറത്തിരിക്കണ സ്പിൽമാൻ നോട്ടീസ് ചെയ്യാത്ത, ശ്രദ്ധിക്കാത്ത കാര്യം നമ്മുടെ ഓഫീസർ ശ്രദ്ധിച്ചു. എ ലോഫ്റ്റ്, ലോഫ്റ്റ് വെച്ചാൽ എന്താ, അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ തട്ടിൻപുറമുണ്ട്. എ ലോഫ്റ്റ് മെയ്ഡ് ഓഫ് ബോർഡ്സ് ഡയറക്ട്ലി അബവ് ദ എൻട്രൻസ് ടു ദ ആറ്റിക്. ആ തട്ടിൻപുറത്തേക്കുള്ള എൻട്രൻസിന്റെ മുകളിലായിട്ട് ഒരു ചെറിയ ഭാഗമുണ്ട്. ദ ഓഫീസർ സെഡ് ഹി തോട്ട് ഐ ഷുഡ് ഹൈഡ് ഇൻ ദിസ് ലോഫ്റ്റ്. അപ്പൊ ഓഫീസർ പറഞ്ഞു, നീ ഇവിടെ ഇരിക്കണേക്കാൾ നല്ലത് ആ ലോഫ്റ്റിൽ ഇരിക്കുകയാണ്. ഹി ആസ്ക്ഡ് ഇഫ് ഐ ഹാഡ് എനിത്തിങ് ടു ഈറ്റ്. നിനക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് ഓഫീസർ ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, നോ ഐ സെഡ്. വെൽ, നെവർ മൈൻഡ്, ഹി ആഡഡ് ഹെസിറ്റ്ലി. അപ്പോൾ ഹാസ്റ്റിലി എന്ന് പറഞ്ഞാൽ വേഗത്തിൽ.
കുഴപ്പമില്ല, അത് പ്രശ്നമില്ല, നിനക്ക് ഒന്നും കഴിക്കാണ്ട് വെച്ചപ്പോൾ ഇല്ല പറഞ്ഞപ്പോൾ കുഴപ്പമില്ല, ഐ വിൽ ബ്രിങ് യു സം ഫുഡ്, ഞാൻ നിനക്ക് കുറച്ച് ഭക്ഷണം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഓൺലി നൗ ഡിഡ് ഐ വെഞ്ചർ എ ക്വസ്റ്റ്യൻ ഓഫ് മൈ ഓൺ, ആർ യു ജർമ്മൻ? അപ്പോഴാണ് ഇദ്ദേഹം ചോദിച്ചത്, നിങ്ങൾ വെഞ്ചർ എന്ന് പറഞ്ഞാൽ ഉന്നയിക്കുകയാണ്, ആര് സ്പിൽമാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഒരു ജർമ്മൻ ആണോ എന്ന് ചോദിച്ചു. ഹി ഓൾമോസ്റ്റ് ഷൗട്ടഡ് ഹിസ് ആൻസർ ഇൻ എജിറ്റേഷൻ. അപ്പോൾ ഓഫീസർ എജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത്തോട് കൂടിയിട്ട് ഓളിയിട്ട് പറയാണ്, ആസ് ഇഫ് മൈ ക്വസ്റ്റ്യൻ ഹാഡ് ബീൻ ആൻ ഇൻസൾട്ട്, ആ ചോദിച്ച ക്വസ്റ്റ്യൻ അദ്ദേഹത്തിന് ഒരു ഇൻസൾട്ട് ആയിട്ട് തോന്നി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യെസ് ഐ ആം ആൻഡ് അഷൈംഡ് ഓഫ് ഇറ്റ്, എനിക്ക് അതിലെ നാണക്കേടുണ്ട്, ഞാൻ ഒരു ജർമ്മൻ തന്നെയാണ്, ആഫ്റ്റർ എവറിത്തിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ്. അപ്പൊ ഈ ഉണ്ടാവുന്നതിലൊക്കെ ഞാനൊരു ജർമ്മനാന്ന് പറയാൻ എനിക്ക് നാണക്കേടുണ്ട് എന്ന് പറയാം. അബ്രപ്റ്റ്ലി ഹി ഷുക്ക് ഹാൻഡ് വിത്ത് മീ ആൻഡ് ലെഫ്റ്റ്. അപ്പൊ പരുക്കനായിട്ട് എന്ന് വെച്ചാൽ ദേഷ്യത്തോടു കൂടി കൈകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഷൂക്ക് ചെയ്തിട്ട് അദ്ദേഹം അവിടുന്ന് പോയി. അപ്പൊ അദ്ദേഹത്തിന് ദേഷ്യമാണ്, ജർമ്മൻ ഓഫീസറാണെന്ന് പറയും, കാരണം എല്ലാരും കൊല്ലാണ് ജർമ്മനിയിലുള്ള ആൾക്കാർ, പോളിഷിലുള്ള ജൂതന്മാരെയൊക്കെ കൊല്ലാണ്, അത് ആൾക്ക് ഇഷ്ടമാവണില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ കണ്ടുകിട്ടിയപ്പോൾ ആൾ എത്രത്തോളം സേഫ് ആക്കാൻ നോക്കിയത്. അബ്രപ്റ്റ്ലി എന്ന് പറഞ്ഞാൽ അപ്പൊ കുറച്ച് പരുക്കനായിട്ട്, ദേഷ്യത്തോടെ അല്ലെങ്കിൽ നമ്മൾ പറയില്ല കുറച്ച് മസിലൊക്കെ പിടിച്ച് നിൽക്കുന്ന പോലെ, അങ്ങനെ. അപ്പൊ ആൾക്ക് ഇഷ്ടമായിട്ടില്ല തന്നോട് ജർമ്മൻ ആണെന്ന് പറയുന്നത്. അപ്പൊ അത് ആള് കാണിക്കുകയാണ് ചെയ്തത്. 3 days passed before he reappeared. It was evening and pitch dark when I heard a whisper under my loft. Hello, are you there? അങ്ങനെ 3 ദിവസം കഴിഞ്ഞു, അയാൾ വീണ്ടും വന്നു. അയാൾ ചോദിക്കുകയാണ്, ഹലോ, ആർ യു ദർ, താങ്കൾ അവിടെ ഉണ്ടോ? യെസ് ഐ എം ഹിയർ, ഐ റിപ്ലൈഡ്, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. സൂൺ ആഫ്റ്റർവേർഡ് സംതിങ് ഹെവി ലാൻഡഡ് ബിസൈഡ് മീ. അങ്ങനെ പെട്ടെന്ന് എൻ്റെ അടുത്ത് തന്നെ എന്തോ ഒരു വലിയ വെയിറ്റുള്ള സാധനം വന്ന് വീണു. ത്രൂ ദ പേപ്പർ ഐ ഫെൽറ്റ് several lows and something soft which later turned out to a jam wrapped in grease proof paper. ഗ്രീസ് പ്രൂഫ് പേപ്പറിലെ കുറച്ച് ജാമും ഒരു വലിയ ബ്രെഡിന്റെ ആ ഒരു പാക്കുമാണ് എൻ്റെ അടുത്ത് വന്ന് വീണത്. ഐ ക്വിക്ലി പുട്ട് ദ പാക്കേജ് ടു വൺ സൈഡ് ആൻഡ് കോൾ വെയിറ്റ് എ മൊമെന്റ്. അപ്പൊ വേഗം തന്നെ ആ പാക്കേജ് അടുത്തേക്ക് വെച്ചിട്ട് അദ്ദേഹം വെയിറ്റ് എ മൊമെന്റ്, ഒരു മിനിറ്റ് നിൽക്കോ എന്ന് ചോദിക്കുക. ദ വോയിസ് ഇൻ ദ ഡാർക്ക് സൗണ്ടഡ് ഇംപേഷ്യന്റ്, വാട്ട് ഈസ് ഇറ്റ്? അപ്പോൾ അദ്ദേഹത്തിന് അവിടെ തീരെ ക്ഷമയില്ല, കാരണം അദ്ദേഹം ഇങ്ങോട്ട് വന്നത് വല്ല ജർമ്മൻ വേറെ ഓഫീസേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ സ്പ്ലിൻമാനെ അവിടെ കൊല്ലും. അപ്പൊ അതുകൊണ്ട് വേഗം ചോദിക്കുകയാണ്, എന്താ കാര്യം എന്ന് ചോദിക്കുക. ഹറി അപ്പ്, വേഗം പറ. The guard saw me come in here and I mustn't stay long. Just hang on a few more weeks. The war will be over by spring at the latest. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ ഇങ്ങോട്ട് വരുന്നത് അവിടുത്തെ ഓഫീസേഴ്സ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് വേഗം പറയേ, എന്തായാലും പേടിക്കണ്ട, ഇപ്പൊ അടുത്ത സ്പ്രിംഗ് ആകുമ്പോഴേക്കും എന്താ നമ്മുടെ വാറൊക്കെ വേഗം തീരും, ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാ. The voice fell silent. I did not know if the officer was still there or if he had gone. But suddenly he spoke again. You must hang on. Do you hear? അപ്പോൾ അദ്ദേഹം പറയാണ്, കുറെ കഴിഞ്ഞപ്പോൾ ആളുടെ ശബ്ദമൊന്നും കേൾക്കാല്ലേ, പക്ഷെ ആളവിടെ നറ്റത്തുനിന്ന് പറയണ കേട്ടു, നീ ഇവിടെ ഹാങ് ഓൺ എന്ന് പറഞ്ഞാൽ നീ ഇവിടെ പിടിച്ചു നിൽക്കണം, നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുക. നമുക്ക് ഇതിലെ സൈഡ് ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റ് ഹാങ് ഓൺ എ ഫ്യൂ മോർ വീക്സ്, ദ വാർ വിൽ ബി ഓവർ ബൈ സ്പ്രിംഗ് അറ്റ് ദ ലേറ്റസ്റ്റ്. വാട്ട് ഈസ് സർപ്രൈസിങ് അബൌട്ട് ദി സ്റ്റേറ്റ്മെന്റ്? അദ്ദേഹം പറയുന്നുണ്ട്, വാർ ഇതാ സ്പ്രിങ്ങിന് ആ ഒരു ടൈമിൽ അടുക്കാറാവുമ്പോഴേക്കും എന്തായാലും നമ്മുടെ അടുത്ത് യുദ്ധം കഴിയും, നീ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറയുന്നുണ്ട്. ഇതിലെന്താണ് സർപ്രൈസ്? ഇതിലെന്താ സർപ്രൈസ്? ഇറ്റ് ഈസ് സർപ്രൈസിങ് ബിക്കോസ് ഇറ്റ് പ്രൂവ് ടു ബി എ പ്രോഫറ്റിക് സ്റ്റേറ്റ്മെന്റ്. ദ ജർമൻസ് വർ ഡ്രൈവൻ ഔട്ട് ഓഫ് വാർസോ ബൈ ദ മിഡിൽ ഓഫ് ജനുവരി 1945. പ്രൊഫറ്റിക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രവചിക്കുകയാണ്. ആക്ച്വലി ഇതൊരു സർപ്രൈസിങ് ആവാൻ കാരണം ആൾക്ക് അറിയില്ല ശരിക്കും സ്പ്രിംഗ് ആകുമ്പോഴേക്കും, എന്ന് വെച്ചാൽ ജനുവരി ആ സമയം ആകുമ്പോഴേക്കും വാർ നിൽക്കുമെന്ന് അറിയില്ല. പക്ഷെ ഓൾറെഡി ആള് ആ ഒരു പ്രതീക്ഷ കൊടുത്തു നമ്മുടെ സ്പിൽമാന്. പക്ഷെ അതുപോലെ തന്നെ നടന്നു, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവചനം സത്യമാവാണ് ചെയ്തത്. അതാണ് അവിടെ സർപ്രൈസിങ് ആയത്. നെക്സ്റ്റ്, what does the conversation between the officer and Spillman reveal about the bond between them? ഈ ഒരു സ്പിൽമാനും അതുപോലെ തന്നെ നമ്മുടെ ഓഫീസറും തമ്മിലുള്ള ബോണ്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തോന്നിയത് അവരുടെ ആ ഒരു സംസാരത്തിൽ നിന്ന്? The officer was empathetic towards Spillman and they had a kind of brotherly bond between them. ഓഫീസർ നല്ല രീതിയിൽ അനുകമ്പയുള്ള ഒരാളാണ് സ്പിൽമാനോട്, അത് മാത്രമല്ല ഒരു ബ്രദർലി ബോണ്ടാണ് അവർ തമ്മിലുള്ളത്. നെക്സ്റ്റ്, വൈ വാസ് ദർ ലെസ് ആർട്ടിലറി ഫയർ ആഫ്റ്റർ എ ഫ്യൂ വീക്സ്? ഒരുപാട് വീക്സ് കഴിഞ്ഞിട്ടും അവിടെ പീരങ്കി എന്നുള്ള കുറച്ച് ഫയർ മാത്രമേ കണ്ടുള്ളൂ. എന്തുകൊണ്ടാ? ബിക്കോസ് ദ ജർമ്മൻ വേർ ഡ്രൈവൻ ഔട്ട് ബൈ ദ പോളിഷ് ട്രൂപ്പ്. കാരണം പോളിഷിന്റെ ആ ഒരു ഓഫീസേഴ്സ് എല്ലാം കൂടി, മിലിറ്ററി എല്ലാം കൂടി ജർമ്മൻകാരെ അവിടുന്ന് ഡ്രൈവൻ ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്താക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് പീരങ്കി എന്നുള്ള പല ഫയറുകളും പിന്നെ കാണാണ്ടായത്. His voice sounded harsh, almost as if he were giving an order, convincing me of his unyielding belief that the war would end well for us. His voice sounded harsh. അദ്ദേഹത്തിന്റെ സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള സൗണ്ടാണ്. സോഫ്റ്റ് ആയിട്ടൊന്നല്ല സംസാരിക്കുന്നത്, നല്ല ദേഷ്യത്തോടും ആ ഒരു ഗാംഭീര്യത്തോടാണ് സംസാരിക്കുന്നത്. ഓൾമോസ്റ്റ് ആസ് ഇഫ് ഹി വർ ഗിവിംഗ് ആൻ ഓർഡർ, ഒരു ഓർഡർ പറയുന്ന പോലെയാണ് ആളിനോട് സംസാരിച്ചിരുന്നത്. അൺയീൽഡിങ് ബിലീഫ്, എന്നാൽ ഉറപ്പുള്ള ഒരു വിശ്വാസമാണ് പറഞ്ഞത്. അതെന്താ പറഞ്ഞത്? ദ വാർ വുഡ് എൻഡ് വെൽ ഫോർ അസ്. ആ വാർ എന്തായാലും
നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺലി ദെൻ ഡിഡ് ഐ ഹിയർ ദ ക്വയറ്റ് സൗണ്ട് ഓഫ് ദ ആറ്റിക് ഡോർ ക്ലോസിംഗ്. അപ്പോഴാണ് അതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് തട്ടിൻ പുറത്തിന്റെ വാതിൽ തന്നെ ക്ലോസ് ചെയ്യുന്ന ശബ്ദം കേട്ടത്. മൊണോട്ടോണസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഷിപ്പിക്കുന്ന, ഹോപ്പ്ലെസ് വീക്സ് പാസ്റ്റ് ബൈ, അങ്ങനെ മുഷിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ബോർ അടിപ്പിക്കുന്ന ഒരുപാട് ഹോപ്പ്ലെസ്, പ്രതീക്ഷയില്ലാത്ത ആഴ്ചകൾ കടന്നുപോയി. ഐ ഹിയർഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ. അങ്ങനെ ഓരോ ദിവസം അല്ലെങ്കിൽ ഓരോ ആഴ്ചയും കടന്നു പോരും പീരങ്കി എന്നുള്ള ശബ്ദങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വന്നു. There were days when not a single shot broke the silence. ആ ഒരു സൈലൻസിനെ ബ്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോട്ട് പോലും ഇല്ലാത്ത ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. Soldiers went up and down the stairs, often bringing large package up to the attic and fetching others down. സോൾജിയേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ? മുകളിലേക്ക് പോകുന്നുണ്ട്, സ്റ്റെയേഴ്സ് കയറുന്നു ഇറങ്ങുന്നൊക്കെ ഉണ്ട്, വലിയ വലിയ പാക്കേജ് ഒക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ് ടു ദ ആറ്റിക് ആൻഡ് ഫെച്ചിങ് അതേഴ്സ് ഡൗൺ. അപ്പോൾ ആ തട്ടിൻപുറം വരെ എത്തുന്നുണ്ട്. ആദ്യം അദ്ദേഹം തട്ടിൻപുറത്താണ് ഇരുന്നിരുന്നത് കേട്ടോ. എന്നിട്ടാണ് അദ്ദേഹത്തിനെ മാറ്റി ലോഫ്റ്റിലേക്ക് ഓഫീസർ ആക്കിയത്. അപ്പൊ ഇപ്പൊ ആ തട്ടിൻപുറത്തുണ്ടെങ്കിൽ അയാളെ പിടിച്ചേരുന്നില്ലേ? പക്ഷെ അയാളെ സേഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. തട്ടിൻപുറത്ത് വന്നു പോണതൊക്കെ അപ്പൊ ഇദ്ദേഹം കേൾക്കുന്നുണ്ട് ശബ്ദങ്ങൾ. ഈ ഒരു ജർമ്മൻ സോൾജിയേഴ്സ് വന്നു പോണത് കേൾക്കുന്നുണ്ട് കേട്ടോ. ബട്ട് മൈ ഹൈഡിംഗ് പ്ലേസ് വാസ് വെൽ ചൂസൺ. നോ വൺ എവർ തോട്ട് ഓഫ് സെർച്ചിങ് ദ ലോഫ്റ്റ്. പക്ഷേ എൻ്റെ ഹൈഡിംഗ് പ്ലേസ് നല്ല രീതിയിൽ ചൂസ് ചെയ്ത് കൊടുത്ത ആരോ ഓഫീസറാണ് കൊടുത്തത്. കാരണം ഒരാളും ആ ലോഫ്റ്റ് വരെ എത്തിയില്ല. ഓൺ 12 ഡിസംബർ ദ ഓഫീസർ കെയിം ഫോർ ദ ലാസ്റ്റ് ടൈം. അങ്ങനെ ഡിസംബർ 12 അവസാനമായിട്ട് ആ ഓഫീസർ വന്നു. ഹി ബ്രോട്ട് മീ എ ലാർജർ സപ്ലൈ ഓഫ് ബ്രെഡ് ദാൻ ബിഫോർ ആൻഡ് എ വാം ഐദർ ഡൗൺ. ഐഡർ ഡൗൺ എന്ന് പറഞ്ഞാൽ ചെറുകിടക്ക. അപ്പൊ ആള് വന്നപ്പോ മുൻപ് തന്നേക്കാൾ ബ്രെഡ് കൂടുതൽ തന്നു. അത് മാത്രമല്ല അതിന്റെ ഒപ്പം ഒരു ചെറിയ കിടക്കയും കൂടി തന്നു. ഹി ടോൾഡ് മീ ഹി വാസ് ലീവിംഗ് വാസോ വിത്ത് ഹിസ് ഡിറ്റാച്ച്മെന്റ്. അദ്ദേഹത്തിന്റെ പട്ടാളവുമായിട്ട് അദ്ദേഹം ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചു പോവാണെന്നാണ് പറഞ്ഞത്. ആൻഡ് ഐ മസ്റ്റ് ഓൺ നോ അക്കൗണ്ട് ലോസ് ഹാർട്ട്. അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷ ഒരിക്കലും വിട്ട് കളയരുത് എന്നാണ് അർത്ഥം. ഓക്കെ, ഉപേക്ഷിക്കരുത്, പ്രതീക്ഷ ഒന്നും കൈവിടരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരു അഡ്വൈസ് പോലെ കൊടുക്കുന്നുണ്ട്. ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ് ഐ ആസ്ക്ഡ് ആൻഷ്യസ്ലി. അപ്പൊ ആളൊരു വിഷമത്തോട് കൂടി ഉത്കണ്ഠയോട് കൂടി ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് ഈ സ്ട്രീറ്റിൽ നടക്കുന്ന ഈ തല്ലൂട്ടങ്ങളൊക്കെ ഒന്ന് അതിജീവിക്കുക, സർവൈവ് ചെയ്യാൻ അതിജീവിക്കുക എന്ന് ചോദിക്കുന്നു. ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ് ദിസ് ഇൻഫെർണോ ഫോർ ഓവർ 5 years, ഹി റിപ്ലൈഡ്, ഇറ്റ്സ് ഒബ്വിയസ്ലി ഗോഡ്സ് വിൽ ഫോർ അസ് ടു ലിവ്. അപ്പൊ നമ്മൾ 5 വർഷമായിട്ട് ഇൻഫെർണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകം, ഈ ഒരു നരകത്തിന് നമ്മൾ അതിജീവിച്ച് വന്നില്ലേ കഴിഞ്ഞ 5 വർഷമായിട്ട്. അപ്പോൾ അതുപോലെ ദൈവം എന്തായാലും നമുക്ക് ജീവിക്കാനുള്ള, ഇറ്റ്സ് ഒബ്വിയസ്ലി ഗോഡ്സ് വിൽ ഫോർ അസ് ടു ലിവ്, ദൈവം നമ്മൾ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ വിധിയാണത്. We had already said goodbye and he was about to go. When an idea came to me at the last moment, I had long been racking എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുക, racking my brains for some way of showing him my gratitude. Gratitude എന്ന് വെച്ചാൽ നന്ദി. അപ്പൊ അദ്ദേഹം പോവാറായി എന്ന് ഉറപ്പായപ്പോ നമുക്ക് സ്പിൽമാന് തോന്നുകയാണ് അദ്ദേഹത്തിനോട് തന്റെ നന്ദി എങ്ങനെയും ഒന്ന് അറിയിക്കണം, പ്രകടമാക്കണം എന്ന് തോന്നി. പക്ഷെ ആളത് ബുദ്ധിമുട്ടി നിൽക്കുകയാണ്, കാരണം ആൾക്കൊരു ഐഡിയ വരുന്നില്ല. ലിസൺ, ഐ ടുക്ക് ഹിസ് ഹാൻഡ് ആൻഡ് ബിഗൻ സ്പീക്കിംഗ് അർജന്റ്ലി. അങ്ങനെ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് പറയാണ്, നിങ്ങൾ ശ്രദ്ധിക്കൂ, ഐ നെവർ ടോൾഡ് യു മൈ നെയിം, യു ഡിഡ്ന്റ് ആസ്ക് മീ, ബട്ട് ഐ വോണ്ട് ടു റിമെമ്പർ ഇറ്റ്. ഹൂ നോസ് വാട്ട് മേ ഹാപ്പൻ. അപ്പം എനിക്ക് നിങ്ങളുടെ പേര് അറിയില്ല, നിങ്ങൾക്ക് എൻ്റെ അറിയില്ല, പക്ഷെ എനിക്ക് നിങ്ങളൊരു കാര്യം ഓർത്ത് വെക്കണം. ഹൂ നോസ് വാട്ട് മേ ഹാപ്പൻ. അപ്പൊ ഇനി എന്താ ഉണ്ടാവാൻ പോണെന്ന് ആർക്കറിയാം. യു ഹാവ് എ ലോങ് വേ ടു ഗോ ഹോം. നിങ്ങൾക്ക് ഒരുപാട് ദൂരമുണ്ട് വീട്ടിലേക്ക് പോകാൻ എന്ന് പറയണം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് അടുത്ത പോർഷൻ വായിക്കണേക്കാൾ മുമ്പ് സൈഡിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് സ്പിൽമാൻ സേ ദാറ്റ് ഹിസ് ഹൈഡിംഗ് പ്ലേസ് വാസ് വെൽ ചൂസൺ. നല്ല രീതിയിൽ ചൂസ് ചെയ്തു അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്തു ആളെന്ന് തോന്നുകയാണ്. കാരണം കണ്ടുപിടിച്ചു, നല്ല രീതിയിൽ ആ ലോഫ്റ്റിൽ പോയി ഒളിച്ച് നന്നായി എന്നൊക്കെ തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാ? ബിക്കോസ് നോ വൺ എവർ തോട്ട് ഓഫ് സെർച്ചിങ് ദ ലോഫ്റ്റ് വേർ ഹി വാസ് ഹൈഡിങ്. അദ്ദേഹം ഇരിക്കുന്ന സ്ഥലം തട്ടിൻപുറത്തിന് മുകളിലുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു. അതും ഒരു തട്ടിൻപുറം തന്നെയാണ് ലോഫ്റ്റ് എന്ന് പറയുന്നത്. അവിടെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല, അതുകൊണ്ട് ആള് ഭയങ്കര സേഫ് ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ഓഫ് സ്പിൽമാൻ അഡ്വൈസ് ടു ദ ജർമ്മൻ ഓഫീസർ. ജർമ്മൻ ഓഫീസറിന് കൊടുത്ത ഉപദേശം എന്താണ് സ്പിൽമാൻ? It was a kind and thankful gesture. He wanted to help the officer if he could to show his gratitude. അദ്ദേഹത്തിന് നന്ദി കാണിക്കാൻ വേണ്ടിയിട്ട് ആള് പറയാണ്, നാളെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ടി വന്നാൽ ഞാൻ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഒരു ഗസ്റ്ററൊക്കെ കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇത്ര കാര്യം ചെയ്തെന്നില്ല. ഗസ്റ്റർ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരാൾ നന്ദി കൈ കൂപ്പൊക്കെ ചെയ്യില്ല, അതിനൊക്കെ ഗസ്റ്റർ എന്നാ പറയാ കേട്ടാ. ഇനി നെക്സ്റ്റ്, വാട്ട് സൗണ്ട് ദ സ്പിൽമാൻ ഹിയർ ഫ്രം ദ ആറ്റിക്. ആ ഒരു തട്ടുപുറത്തുനിന്ന് എന്ത് ശബ്ദമാണ് കേട്ടത്? സ്പിൽമാൻ ഹിയർ ദ സ്ക്യൂക്കിംഗ് ആൻഡ് റസ്റ്റ്ലിംഗ് ഓഫ് റാറ്റ് ആൻഡ് മൈസ് റണ്ണിംഗ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ദ ആറ്റിക്. അപ്പോൾ ഒരുപാട് എലികളും എലിക്കുഞ്ഞുങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പോണ ആ ഒരു പെരിച്ചായികളൊക്കെ ഓടിപ്പോകുന്ന ശബ്ദങ്ങളും അവരുടെ കിരികിരി ശബ്ദങ്ങളൊക്കെയാണ് കേട്ടത്. സ്ക്യൂക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കിറുകിറ് ശബ്ദം. റസ്റ്റ്ലിംഗ് എന്ന് വെച്ചാൽ എന്താ? ഒരു മർമ്മര ശബ്ദത്തിനൊക്കെ പറയുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പോർഷൻ വായിക്കാം. യു ഹാവ് എ ലോങ് വേ ടു ഗോ ഹോം.
If I survive, I'll certainly be working for Polish Radio again. I was there before the war. If anything happened to you, if I can help you, then in any way remember my name, Spillman, Polish Radio. അപ്പോൾ പറയാണ് നിങ്ങൾക്ക് ഒരുപാട് ദൂരമുണ്ട് നിങ്ങളുടെ വീട്ടിൽ പോകാനായിട്ട്. ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ അതിജീവിക്കുകയാണെങ്കിൽ ഞാൻ പോളിഷ് റേഡിയോയിൽ ഇനിയും വർക്ക് ചെയ്യും പോയിട്ട്. അപ്പോൾ അവിടുത്തെ ഒരു വലിയ റേഡിയോ കമ്പനി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പോളിഷിലെ റേഡിയോയിൽ ഞാൻ വർക്ക് ചെയ്യും, പോളിഷ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. ഐ വാസ് ദ ബിഫോർ ദ വാർ. അപ്പോൾ ഞാൻ എവിടെയാണോ വാറിന് മുൻപ് ഉണ്ടായിരുന്നത് അവിടെ തന്നെ ഞാൻ പോയി വർക്ക് ചെയ്യും. നിങ്ങൾക്ക് എന്ത് ആവശ്യം വന്നാലും നിങ്ങൾ എന്നെ ഓർക്കണം. എൻ്റെ പേര് സ്പിൽമാൻ എന്നാണ്. പോളിഷ് റേഡിയോ. ഹി സ്മൈൽ ഹിസ് യൂഷ്വൽ സ്മൈൽ, ഹാഫ് ഷൈ ആൻഡ് എംപറൈസ്ഡ്. അപ്പോൾ ഈ ഒരു എംപറൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണമുള്ള എന്ന് വെച്ചാൽ ആൾക്ക് ഒരു നാണൊക്കെ വന്നു, ഒരു ചിരിയൊക്കെ കൂടിയിട്ട് അദ്ദേഹം ഇങ്ങനെ ചിരിക്കുകയാണ് ചെയ്തത്. ബട്ട് ഐ ഫെൽറ്റ് ഐ ഹാഡ് ഈവൻ ഹിം പ്ലഷർ വിത്ത് മൈ നെയ്. നെയ് എന്ന് വെച്ചാൽ എന്താണ്? അനുഭവം പോരാത്ത എന്ന് പറഞ്ഞാൽ അധികം അദ്ദേഹത്തിന് പരിചയമില്ല. അപ്പോൾ ആൾക്ക് പക്ഷെ ഒരു സന്തോഷമായി താൻ അങ്ങനെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ. അപ്പൊ അദ്ദേഹത്തിന് നെയ് എന്ന് പറയുമ്പോൾ അധികം അങ്ങനെ അനുഭവമൊന്നുമില്ല, പക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു ഓഫർ ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിക്കണം, ഞാൻ റേഡിയോയിലാണ് വർക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വലിയ കാര്യമല്ല അങ്ങനെ ഒരാൾ പറയുന്നത്. The first hard frost came in the middle of December. Christmas came, and then the New Year, 1945. The sixth Christmas and New Year celebration of the war and the waste. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ന്യൂ ഇയർ സെലിബ്രേഷൻ വന്നു, ക്രിസ്മസ് ഒക്കെ വന്നു. ഐ ഹാഡ് നോൺ ഐ ലേ ഇൻ ദ ഡാർക്ക് ലിസണിങ് ടു ദ സ്റ്റോമി വിൻഡ്. അപ്പോൾ ആ ഒരു കൊടുങ്കാറ്റിൽ ഇങ്ങനെ ശബ്ദം കേട്ട് കിടക്കുകയാണ്. ഐ ഹിയർ ദ സ്ക്യൂക്കിംഗ് ആൻഡ് റസ്റ്റ്ലിംഗ് ഓഫ് റാറ്റ് ആൻഡ് മൈസ് റണ്ണിങ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ദ ആറ്റിക്. ഇതാണ് നമ്മൾ മുൻപത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു കേട്ടോ. അവിടെ ആ എലിക്കുഞ്ഞുകളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്, എലികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇൻ മൈ മൈൻഡ് ഐ വെന്റ് ഓവർ എവറി ക്രിസ്മസ് ബിഫോർ ആൻഡ് ഡ്യൂറിംഗ് ദ വാർ. അറ്റ് ഫസ്റ്റ് ഐ ഹാഡ് എ ഹോം, പാരന്റ്സ്, 2 സിസ്റ്റേഴ്സ് ആൻഡ് എ ബ്രദർ. അപ്പോൾ ആളുടെ മൈൻഡിൽ ആൾക്ക് പണ്ടൊക്കെ എല്ലാ ക്രിസ്മസിനും വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു, 2 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ബ്രദർ ഉണ്ടായിരുന്നു. ദെൻ വി ഹാഡ് നോ ഹോം ഓഫ് അവർ ഓൺ എനിമോർ. പിന്നീട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വീടില്ലാതായി. ബട്ട് വി വർ ടുഗദർ. പക്ഷെ എന്നാലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ലേറ്റർ ഐ വാസ് അലോൺ ബട്ട് സറൗണ്ടഡ് ബൈ ദ അതർ പീപ്പിൾ. പിന്നീട് ഞാൻ ഒറ്റയ്ക്കായി. അപ്പോൾ ആദ്യം വീട് നഷ്ടപ്പെട്ടു, അപ്പോഴും കുടുംബക്കാരുണ്ടായിരുന്നു, പിന്നെ കുടുംബക്കാരെല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പൊ അദ്ദേഹം ഒറ്റയ്ക്കാണ്. ആൻഡ് നൗ ഐ വാസ് ലോൺലിയർ. ഞാനിപ്പോ ഒറ്റയ്ക്കാണ്. ഇനി ഐ സപ്പോസ് ദെൻ എനിവൺ എൽസ് ഇൻ ദ വേൾഡ് ഐ ഹാഡ് ടു ബി അലോൺ എൻറ്റയർലി അലോൺ ഇഫ് ഐ വാണ്ടഡ് ടു ലിവ്. ഞാൻ ഇനി ജീവിക്കുകയാണെങ്കിൽ എനിക്കൊരാളും വേണ്ട, ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ് ജീവിക്കുക, ഒരാളും ഈ ലോകത്തിലെ കൂട്ടിനായിട്ട് വേണ്ട. On 14 January, unusual noises in the building and the street outside woke me. അങ്ങനെ ജനുവരി 14 യൂഷ്വൽ അല്ലാത്ത, സ്ഥിരം കാണാത്ത പല വോയിസസും വന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ എണീറ്റത്. വോക്ക് മീ, എന്നെ എഴുന്നേൽപ്പിച്ചത് അങ്ങനെയുള്ള ശബ്ദങ്ങളായിരുന്നു ബിൽഡിങ്ങിന് ചുറ്റും. സോൾജേഴ്സ് റാൻ അപ്പ് ആൻഡ് ഡൗൺ ദ സ്റ്റെയർസ് ആൻഡ് ബി ഹിയർഡ് എജിറ്റേറ്റഡ്. അപ്പോൾ സോൾജേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി പോകുന്നുണ്ട്. നെർവസ് വോയിസസ്, പേടിച്ചുള്ള ഒരു നെർവസ് ആയിട്ടുള്ള വോയിസസ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏർലി ഇൻ ദ മോർണിംഗ് ഓഫ് 15 January, the sound of artillery from the previously silent ഫ്രണ്ട് വാസ് ഹേർഡ്. അപ്പൊ അവിടെ പറയുന്നത് എന്താ? ആർട്ടിലറി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പീരങ്കിയാണ്. അപ്പൊ പീരങ്കിന്ന് സൈലന്റ് ആയിട്ടിരുന്ന പീരങ്കിന്ന് ഒരു ശബ്ദം കേട്ടു. The ground and the walls of the building shook under the constant dull thunder. അപ്പൊ ആ ഒരു ഇടിവെട്ടൽ പോലത്തെ ശബ്ദത്തിന് ഗ്രൗണ്ടും അതുപോലെ തന്നെ ബിൽഡിംഗ് ഒന്ന് കുലുങ്ങി. 3 hours later, the heavy artillery fire died again and down again, but I was nervous as never. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ഒരു ആർട്ടിലറി ഫയർ ഡൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡൈഡ് ഡൗൺ എന്ന് പറയുമ്പോൾ അത് എല്ലാം നശിച്ചു, അല്ലെങ്കിൽ അത് തകർന്നു പോയി. ഐ ഡി നോട്ട് സ്ലീപ്പ് അറ്റ് ഓൾ ദ നൈറ്റ്. അങ്ങനെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ് വുഡ് ബിഗിൻ അറ്റ് എനി മൊമെന്റ് ആൻഡ് ഐ കുഡ് ബി കിൽഡ്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ ആലോചിച്ചു, ഇനിയും ഇങ്ങനെയുള്ള സ്ട്രീറ്റിൽ ഫൈറ്റിംഗ് നടക്കാം, ഞാൻ എപ്പോ വേണമെങ്കിലും മരണപ്പെടാം, ഞാൻ എങ്ങനെ വേണമെങ്കിലും കൊല്ലപ്പെടാം എന്നുള്ളത്. ദ നൈറ്റ് പാസ്റ്റ് പീസ്ഫുള്ളി. അങ്ങനെ ആ രാത്രി സമാധാനത്തോടു കൂടി അങ്ങോട്ട് പോയി. അറൌണ്ട് 1 o'clock I heard the remaining Germans leaving the building. Silence fell. അപ്പോൾ അന്ന് ഒരു 1 o'clock ഒക്കെ ആകുമ്പോൾ ബാക്കി അവിടെ ഉണ്ടായിരുന്ന ജർമ്മൻസ് ഒക്കെ ബിൽഡിംഗിൽ നിന്ന് പോകുന്നത് ഞാൻ കണ്ടു. ഐ കുഡ് നോട്ട് എവർ ഹിയർ ദ സ്റ്റെപ്സ് ഓഫ് ദ ഗാർഡ് ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. പിന്നീട് എനിക്ക് ആ ഒരു സോൾജേഴ്സിന്റെ ആ ശബ്ദങ്ങളൊന്നും, അവരുടെ സ്റ്റെപ്സ്, അവർ നടക്കുന്ന ശബ്ദങ്ങളൊന്നും കേട്ടില്ല. ഇനി നമുക്ക് സൈഡ് ക്വസ്റ്റ്യൻ നോക്കാം. Why does Spillman say that he had to be alone if he wanted to live? ആൾ ഇനി ജീവിക്കുകയാണെങ്കിൽ ആൾക്ക് ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാ? Spillman says so because if the others were with him, ആരെങ്കിലും ആളുടെ കൂടെ ഉണ്ടെങ്കിൽ they all would be caught and killed. അവരെ കണ്ടുപിടിച്ച് ജൂതന്മാരായോണ്ട് അവരെ കൊന്നുകളയും. As a Jew, he would not be safe if there were others with him. വേറെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ആള് സേഫ് ആവില്ല, ആൾക്ക് സേഫ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൊല്ലുമല്ലോ, പിന്നെ എന്തിനാ ആൾക്കാരെ കൂടെ കൂട്ടുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വാട്ട് were the radio announcement about? ആ റേഡിയോ അനൗൺസ്മെന്റ് എന്തിനെ പറ്റിയിട്ടായിരുന്നു? The radio announcement were about the defeat of Germany and the liberation of Warsaw. ആ ജർമ്മനീനെ അവരെ തകർത്തു എന്നുള്ള, അല്ലെങ്കിൽ അവരെന്ത് കീഴടക്കി എന്നുള്ള കാര്യമായിരുന്നു അനൗൺസ്മെന്റ്. എന്നിട്ട് അവർക്ക് ലിബറേഷൻ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടി. നെക്സ്റ്റ്, ഹൗ ഡസ് സ്പിൽമാൻ സർവൈവ് ദ ഫ്രീസിംഗ് കോൾഡ്? ആ തണുത്ത കോൾഡ് എങ്ങനെയാണ് അതിജീവിച്ചത്? സ്പിൽമാൻ സർവൈവ് ദ ഫ്രീസിംഗ് കോൾഡ് ബൈ വിയറിംഗ് ദ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ദ ഓഫീസർ ഹാഡ് ഗിവൺ ഹിം. ആ ഓഫീസർ പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു കോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് ഇനി പറയുന്നുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. കോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹം വെയർ ചെയ്യുന്നത് മിലിറ്ററി കോട്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് കൊടുത്തത്. അപ്പൊ അതുകൊണ്ടാണ് ആ തണുപ്പിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഇവിടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇൻഫോർമേഷൻ ഡിഡ് സ്പിൽമാൻ ഹോപ്പ് ടു ഗാദർ? എന്ത് ഇൻഫോർമേഷൻ ആണ് കേൾക്കാൻ ആഗ്രഹിച്ചത്? അബൌട്ട് ദ വിക്ടറി ഓഫ് ദ സോവിയറ്റ് ആൻഡ് പോളിഷ് ട്രൂപ്പ്. അപ്പൊ പോളിഷിന്റെ ആ ഒരു വിജയം കേൾക്കാൻ ആഗ്രഹിച്ചു. അതുപോലെ ഡിഫീറ്റ് ഓഫ് ജർമ്മനി, ജർമ്മനീനെ അവിടെ തകർത്തു എന്നുള്ളത്, അല്ലെങ്കിൽ കീഴടക്കി എന്നുള്ള കാര്യം. Not until the early hours of the next day was the silence broken by a loud and resonant noise, the last sound I had expected. അപ്പോൾ ആള് പ്രതീക്ഷിച്ച പോലത്തെ അവസാനത്തെ ഒരു സൗണ്ട് സൈലൻസിന്റെ ഒക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വന്നു. റെസോണന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആകെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സൗണ്ട് ആയിരുന്നു? റേഡിയോ ലൗഡ് സ്പീക്കർ സെറ്റപ്പ് somewhere nearby were broadcasting announcement in Polish of the defeat of Germany and the liberation of Warsaw. നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് ആള് പ്രതീക്ഷിച്ച ആ ഒരു ഇൻഫോർമേഷൻ. ഒന്നെന്തായിരുന്നു? ജർമ്മനീനെ കീഴടക്കി ഡിഫീറ്റ് ചെയ്തു, തകർത്തു. ആൻഡ് ദ ലിബറേഷൻ ഓഫ് വാർസോ, ആ ഒരു യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ള കാര്യങ്ങൾ, അതാണ് അനൗൺസ്മെന്റിൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ദ ജർമ്മൻ ഹാഡ് വിത്ഡ്രോൺ വിതൗട്ട് എ ഫൈറ്റ്. അങ്ങനെ ജർമ്മൻ പിന്നെ ഒരു ഫൈറ്റിന് നിന്നില്ല, അവര് തന്നെ സ്വയം പിരിഞ്ഞു പോവായിരുന്നു. As soon as it began to get light, I prepared feverishly for my first venture out. അങ്ങനെ ഞാൻ പുറത്തേക്കുള്ള ആദ്യ യാത്രയ്ക്ക്, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാം ഒരുക്കി വെച്ചിരുന്നു. മൈ ഓഫീസർ ഹാഡ് ലെഫ്റ്റ് മീ എ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ടു കീപ് മീ ഫ്രം ഫ്രീസിംഗ്. തണുപ്പിൽ നിന്ന് അകറ്റാനായിട്ട് ഒരു ഓവർകോട്ട് ജർമ്മൻ മിലിറ്ററിമാൻ തന്നിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഓൾറെഡി പുട്ട് ഇറ്റ് ഓൺ വെൻ ഐ സഡൻലി ഹിയർ ദ റിതമിക് ഫുഡ് സ്റ്റെപ്പ് ഓഫ് ഗാർഡ്സ് ഔട്ട് ഇൻ ദ റോഡ് അഗെയിൻ. അങ്ങനെ വീണ്ടും ഗാർഡ്സിന്റെ ശബ്ദം കേട്ടപ്പോൾ എന്താന്ന് നോക്കാനായിട്ട് അദ്ദേഹം തണുക്കണ കാരണം ഈ കോട്ടിട്ടിട്ട് ഇരിക്കുന്നത്. അപ്പൊ അത് ഇട്ടുകൊണ്ട് ആൾ ഇറങ്ങി. അദ്ദേഹം ഇറങ്ങുമ്പോൾ അവിടെ ശ്രദ്ധിക്കണത് എന്താണ്? അവിടെ ഏതെങ്കിലും ഒരു പോളിഷ് ട്രൂപ്സ് എന്ന് പറയുമ്പോൾ അവിടുത്തെ സോൾജിയേഴ്സിന്റെ കൂട്ടങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ അവരൊക്കെ പോയോ എന്നുള്ള രീതിയിലൊക്കെയാണ് നോക്കുന്നത് കേട്ടോ. ഐ സാങ് ഓൺ മൈ മാട്രസ് utterly dejected and lay there until something new came to my ears. അപ്പോൾ ആ മെട്രസിലെ ആളാ കിടന്ന സ്ഥലത്ത് നിന്ന് അവിടെ എഴുന്നേറ്റ് വന്ന് അദ്ദേഹം നോക്കുന്നത് എന്താ വെച്ചാൽ എന്തെങ്കിലും പുതിയതായിട്ട് എന്റെ ചെവിട്ടിൽ കേൾക്കാനുണ്ടോ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത്. The voices of women and children. At all cost, I had to get information. അപ്പൊ കുറെ പെൺകുട്ടികളുടെയും അതുപോലെ സ്ത്രീകളുടെയും കുട്ടികളുടെ ഒക്കെ വോയിസ് കേൾക്കുന്നുണ്ട്. അറ്റ് ഓൾ കോസ്റ്റ് ഐ ഹാഡ് ടു ഗെറ്റ് ഇൻഫോർമേഷൻ. എത്ര വില കൊടുത്താലും അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ള ആ ഒരു അറിവ്, ആ ഒരു ഇൻഫോർമേഷൻ എനിക്ക് കിട്ടണം. ഐ റാൻ ഡൗൺ സ്റ്റെയർസ്, പുട്ട് മൈ ഹെഡ് ഔട്ട് ഓഫ് ദ ഫ്രണ്ട് ഡോർ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. ആള് വേഗം താഴേക്ക് ഇറങ്ങി, ആ സ്റ്റെയർസ് ഒക്കെ ഇറങ്ങി ചെന്നിട്ട് അവിടെയുള്ള ഫ്രണ്ട് ഡോറിന്റെ അവിടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. തല മാത്രം അങ്ങനെ പുറത്തേക്ക് ഇട്ട് നോക്കി നിൽക്കുക. ഇറ്റ് വാസ് എ ഗ്രേ മിസ്റ്ററി മോർണിംഗ്. മഞ്ഞൾക്കുള്ള ഒരു ദിവസമാണ്. ടു മൈ ലെഫ്റ്റ്, നോട്ട് ഫാർ അവേ, stood a woman soldiers in a uniform that was difficult to identify at this distance. ആളുടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു വുമൺ നിൽക്കുന്നുണ്ട്, ഒരു സോൾജിയർ ആണ് കേട്ടോ. അപ്പൊ ആ യൂണിഫോമിൽ നിൽക്കുന്നത് കണ്ടു. ആളെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നൊന്നുമില്ല, പക്ഷെ ഏകദേശം ആ യൂണിഫോം ഇട്ടുകൊണ്ട് അറിയാൻ പറ്റുന്നുണ്ട്. A woman with a bundle on her back was approaching from my right. When she became closer, I ventured to speak to her. റൈറ്റ് സൈഡിൽ നിന്നാണെങ്കിൽ ഒരു പെണ്ണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ബണ്ടിൽ അവളുടെ ബാക്കിലിട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ വെൻ ഷീ കെയിം ക്ലോസർ ഐ വെഞ്ചേർഡ് ടു സ്പീക്ക് ടു ഹെർ. അടുത്തേക്ക് എത്തും തോറും അവളോട് സംസാരിക്കാൻ തുടങ്ങി. ഹലോ, എക്സ്ക്യൂസ് മീ, ഐ കോൾഡ് ഇൻ എ മ്യൂട്ടഡ് വോയിസ്, ബെക്കോണിങ് ഹെർ ഓവർ. ബെക്കോണിങ് എന്ന് പറഞ്ഞാൽ അവളെ മാടി വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ കൈകൊണ്ട് മാടി വിളിച്ചിട്ട് ചോദിക്കുകയാണ് ചെറിയൊരു വോയിസിൽ. എക്സ്ക്യൂസ് മീ, ഷീ സ്റ്റയേർഡ് അറ്റ് മീ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രോപ്ഡ് ഹെർ ബണ്ടിൽ ആൻഡ് ടുക്ക് ടു ഹെർ ഹീൽസ് വിത്ത് എ ഷ്രീക്ക് ഓഫ് എ ജർമൻ. അപ്പോൾ അവളുടെ എന്താ ചെയ്ത്, ബാക്കിൽ ഉണ്ടായിരുന്ന ബണ്ടിൽ അവിടെ ഇട്ടിട്ട് അവൾ ഓടുകയാണ്. ആ ഓടുമ്പോൾ അവള് പറയുന്നത് എന്താണ്? ഒരു ജർമ്മൻ, ജർമ്മൻകാരെ എല്ലാവരും പോയിട്ടില്ല, ഒരു ജർമ്മൻ ഇവിടെ ഉണ്ട് എന്ന് പറയാം. ഇമ്മീഡിയറ്റ്ലി ദ ഗാർഡ് ടേൺഡ്, സോ മീ, എയിംഡ് ആൻഡ് ഫയർഡ് ഹെർ മെഷീൻ പിസ്റ്റൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ സോൾജേഴ്സ് ഒക്കെ നോക്കുമ്പോൾ ഇദ്ദേഹത്തെ കണ്ടു. ഇദ്ദേഹത്തിന്റെ നേരെ എന്ത് ചെയ്യാണ്? ഫയർ ചെയ്യാണ്, വെടിവെക്കുകയാണ്. ദ ബുള്ളറ്റ് ഹിറ്റ് ദ വാൾ. അങ്ങനെ ആ ബുള്ളറ്റ് അവിടുത്തെ ചുമരും ഇടിച്ചു. ആൻഡ് വിത്തൗട്ട് തിങ്കിങ് ഐ റഷ്ഡ് അപ്പ് ദ സ്റ്റെയർസ് ആൻഡ് ടുക്ക് റെഫ്യൂജ് ഇൻ ദ ആറ്റിക്. ഒരു വട്ടം പോലും ചിന്തിക്കാണ്ട് ഓടിച്ചെന്ന് വീണ്ടും ആ ഒരു മച്ചിന്റെ മുകളിൽ അഭയം പ്രാപിച്ചു. ഇനി റെഫ്യൂജ് എന്ന് പറഞ്ഞാൽ എന്താ? അഭയം പ്രാപിക്കാം.
Looking out of my little window a few minutes later, I saw that the whole building was surrounded. വളരെ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ ബിൽഡിംഗ് മൊത്തം സോൾജിയേഴ്സ് കൊണ്ട് എന്ത് ചെയ്തു കവർ ചെയ്തു. I heard soldiers calling to each other and then the sound of shots and exploding hand grenade. Exploding എന്ന് വെച്ചാൽ എന്താ, പൊട്ടിത്തെറിക്കുക. ഗ്രനേഡേറ്റ്സ് എന്ന് വെച്ചാൽ എന്താ, ഹാൻഡ് ഗ്രനേഡ് എന്ന് വെച്ചാൽ കൈബോംബ് കയ്യിലുണ്ട്, അതൊക്കെ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട് ആ ബിൽഡിങ്ങിന് ചുറ്റും. അപ്പോൾ ജർമ്മൻ ഓഫീസർ വന്ന് ഇദ്ദേഹത്തിനെ തണുപ്പത്ത് രക്ഷിക്കാൻ വേണ്ടി കോട്ട് കൊടുത്തതായിരുന്നു. ആ കോട്ട് ഇട്ടിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ ജർമ്മൻകാരെയൊക്കെ ഇവർ ഓടിച്ചു കളഞ്ഞു. അപ്പോൾ അവിടുത്തെ പോളിഷ്കാർ എന്ത് വിചാരിച്ചു, ഇത് ജർമ്മനാണെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ നേരെ വന്നത്. പക്ഷെ ഇദ്ദേഹം അവിടെയുള്ള ഒരു ജൂതൻ തന്നെയാണ്. ആ കോട്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ ഉള്ളത്. ഇനി ആ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം. വൈ ഡസ് ദ വുമൻ ക്രൈ ഔട്ട് വെൻ ഷീ സീസ് സ്പിൽമാൻ? സ്പിൽമാനെ കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ആ സ്ത്രീ കരഞ്ഞത്? ബിക്കോസ് ഷീ തോട്ട് ഹി വാസ് എ ജർമ്മൻ. കാരണം അത് ജർമ്മനാന്ന് വിചാരിച്ചു. ആസ് ഹി വാസ് വിയറിംഗ് എ ജർമ്മൻ മിലിറ്ററി കോട്ട്. കാരണം ജർമ്മന്റെ മിലിറ്ററി കോട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അബ്സർഡ് സിറ്റുവേഷൻ സ്പിൽമാൻ ഫൗണ്ട് ഹിംസെൽഫ് ഇൻ? അപ്പോൾ ഏറ്റവും മണ്ടത്തരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ സ്പിൽമാൻ അവിടെ ഫേസ് ചെയ്യാൻ പോവാണ്. ആൾക്ക് തോന്നി, എന്താണത്? ദ അബ്സർഡ് സിറ്റുവേഷൻ സ്പിൽമാൻ ഫൗണ്ട് ഹിംസെൽഫ് ഇൻ വാസ് ദ പോസിബിലിറ്റി ഓഫ് ബീങ് ഷോട്ട് ബൈ പോളിഷ് സോൾജിയേഴ്സ് ഇൻ ലിബറേറ്റഡ് വാർസോ ഓൺ ദ വെരി വേർജ് ഓഫ് ഫ്രീഡം. അദ്ദേഹം അത്രയും നാള് ഒരു ജൂതനാണ്. അയാൾ ഒളിച്ചിരുന്ന് ജർമ്മൻകാരുടെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒളിച്ചിരുന്നത്. അങ്ങനെ ജർമ്മൻകാരെയൊക്കെ തുരത്തി വിട്ടപ്പോൾ അവിടുത്തെ പോളിഷുകാരുടെ വെടികൊണ്ട് മരിക്കേണ്ട ഗതികേടായി. അതാണ് ഏറ്റവും ഫൂളിഷ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അതും ആ ഫ്രീഡത്തിന്റെ സമയത്ത്. ഓക്കെ, ദിസ് ടൈം മൈ സിറ്റുവേഷൻ വാസ് അബ്സർഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, I was going to be shot by Polish soldiers in liberated Warsaw on the very verge of freedom. ആ ഫ്രീഡത്തിന്റെ വക്കിലായ സമയത്ത് തന്നെ പോളിഷുകാരന്റെ വെടികൊണ്ട് മരിക്കേണ്ട ഒരു ഗതികേടായിരുന്നു. Feverishly, I began to wonder how I could make them realize that I was Polish before they dispatched me to the next world as a German in hiding. അടുത്തൊരു ലോകത്തിലേക്ക് എന്നെ പറഞ്ഞയക്കണൊക്കെ മുമ്പ്, എന്ന് വെച്ചാൽ ആളെ ഷോട്ട് ചെയ്യണൊക്കെ മുമ്പ് ആൾക്ക് എങ്ങനെ വരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും ഞാനൊരു പോളിഷ് ആണെന്നുള്ളത്. I began coming down the stairs, shouting as loud as I could, "Don't shoot, I am Polish." അപ്പോൾ ആളെന്ത് ചെയ്തു, സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ തന്നെ എന്തായാലും ബിൽഡിംഗ് ചുറ്റും സോൾജിയേഴ്സ് ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കുകയാണ്, ഇയാളെ കൊല്ലും. അപ്പോൾ ഓളിട്ടുകൊണ്ട് ഇയാൾ പറഞ്ഞു വരികയാണ്, എന്നെ ഷൂട്ട് ചെയ്യല്ലേ, ഞാൻ പോളിഷ് ആണ് എന്ന് പറയാം. Very soon I heard swift footsteps climbing the stairs. The figure of a young officer in polished uniform with the eagle on his cap came into view. He pointed a pistol at me and shouted, "Hands up." അപ്പോൾ ആ വെരി സെക്കൻഡ് ആ ഒരു പെട്ടെന്ന് തന്നെ ആള് കണ്ടു, കുറെ ഫുഡ് സ്റ്റെപ്പിലെ ആൾക്കാരുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, കാലടി ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, ഒരാൾ സ്റ്റെയർ കയറി വരുന്നുണ്ട്, തോക്കെടുത്തു, ഇദ്ദേഹത്തിന്റെ നേരെ ചൂണ്ടി പറഞ്ഞു, "ഹാൻഡ്സ് അപ്പ്." I repeated my cry of, ഇദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, "Don't shoot, I am Polish." നിങ്ങൾ ഷൂട്ട് ചെയ്യല്ലേ, ഞാൻ പോളിഷ് ആണ് എന്ന് പറഞ്ഞിട്ട്. The lieutenant went red with fury. Then why in God's name don't you come down? He roared. അങ്ങനെയാണെങ്കിൽ നീ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്, നിനക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോന്നോടെ എന്ന് ചോദിക്കുകയാണ്. He roared. ഓളിട്ടിട്ടാ ചോദിക്കുന്നത്, കാരണം ജർമ്മൻ ആണോ എന്ന് ഇവർക്ക് ഇപ്പോഴും അറിയില്ല. And what are you doing in the German court? അപ്പൊ പിന്നെ നിങ്ങൾ എന്താണ് ഈ ജർമ്മൻ കോട്ട് ഇട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. Only when the soldier had taken a closer look at me and reviewed the situation did they really believe I was in German. Then they decided to take me. അപ്പോൾ എന്ത് ചെയ്തു, അടുത്ത് വന്നപ്പോൾ അവർക്ക് മനസ്സിലായ ഇദ്ദേഹം ജർമ്മൻ അല്ല, ജൂതൻ തന്നെയാണ്. ഇദ്ദേഹത്തിന് ഇതുപോലെ ഇയാൾ പറഞ്ഞ പോലെ തന്നെ കോട്ടൊക്കെ കിട്ടിയതാവുന്ന അവർ വിശ്വസിച്ചു. Then they decided to take to their headquarters so that I could wash and have a meal. അപ്പോൾ അവരെ എല്ലാം അറിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു ഹെഡ് ക്വാർട്ടേഴ്സിൽ ഇദ്ദേഹത്തിനെ കൊണ്ടുപോകാൻ, കാരണം ഇത്രയും നാളായിട്ട് അദ്ദേഹം ഇങ്ങനെ ഒളിച്ചിരിക്കല്ലേ, അപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ലൊരു ഫ്രഷ് ഒക്കെ ആയിട്ട് ഒരു ഫുഡൊക്കെ കൊടുത്തിട്ട് വിടാമെന്ന് വിചാരിച്ചു. After 2 weeks, well cared for by the military, I walked through the street of Warsaw without fear, a free man for the first time in almost 6 years. അങ്ങനെ 6 വർഷത്തിന് ശേഷം അവിടെ ആ ഒരു വാർസോയില് അദ്ദേഹം എന്ത് ചെയ്യാണ്, ഫ്രീ ആയിട്ട് നടന്നു പോവാണ് കേട്ടോ. ഈ മിലിറ്ററിക്കാരൊക്കെ നന്നായി നോക്കി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിട്ടയച്ചു. അപ്പോൾ ആള് സ്ട്രീറ്റിലൂടെ അങ്ങനെ നടന്നു പോവാണ്. I looked over to the north of the city. അങ്ങനെ സിറ്റിയുടെ നോർത്തിലേക്ക് അദ്ദേഹം നോക്കി. where the ghetto had been. അയാളുടെ ആ ഒരു ജൂതന്മാരുടെ കൂട്ടം ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കുക. where 500,000 Jews and had been murdered. There were nothing left of it. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പകുതിയോളം ഉള്ള ജൂതന്മാരെയൊക്കെ കൊന്നു കളഞ്ഞു. ഇനിയിപ്പോൾ അവിടെ ഒന്നുമില്ല. ടുമാറോ ഐ മസ്റ്റ് ബിഗൻ എ ന്യൂ ലൈഫ്. നാളെ തൊട്ട് എനിക്ക് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. വിത്ത് നത്തിങ് ബട്ട് ഡെത്ത് ബിഹൈൻഡ് മീ. ഒന്നുമില്ല, പക്ഷെ മരണം ഞാൻ എൻ്റെ പിന്നിൽ കണ്ടുകൊണ്ട്. ഐ വെന്റ് ഓൺ മൈ വേ. അങ്ങനെ ഞാൻ എൻ്റെ വഴിയെ നടന്നു. അഡാപ്റ്റഡ് ഫ്രം ദ പിയാനിസ്റ്റ്. താഴെയുള്ള നോക്കിയേ, വില്യം ഹോസൻഫീൽഡ് ദ സോൾജിയർ ഹു സേവ്ഡ് സ്പ്ലിറ്റ്മാൻ. അപ്പോൾ ഇവിടുത്തെ സ്പിൽമാനെ രക്ഷിച്ച ആളായിരുന്നു ആ ഒരു സോൾജിയർ ഉണ്ടായിരുന്നല്ലോ, ജർമ്മൻ സോൾജിയർ. ഇദ്ദേഹത്തെ രക്ഷിച്ചില്ലേ, ബ്രെഡൊക്കെ കൊടുത്തത്.
ആൽസോ സേവ്ഡ് മെനി അതർ ഇൻഡിവിജ്വൽസ്. ഇദ്ദേഹത്തിന് മാത്രമല്ല ഒരുപാട് പേരെ ഇതുപോലെ അദ്ദേഹം സംരക്ഷിച്ചിട്ടുണ്ട്, രക്ഷിച്ചിട്ടുണ്ട്. ഹി വാസ് ക്യാപ്ചേർഡ് ബൈ ദ റെഡ് ആർമി ടുവേർഡ്സ് ഇൻ ദ എൻഡ് ഓഫ് ദ വാർ. അങ്ങനെ ആ ഒരു വാറിന്റെ അവസാനമായപ്പോൾ അദ്ദേഹത്തിന് അവിടുത്തെ റെഡ് ആർമീസ് ഒക്കെ പിടിച്ചു കെട്ടിയിട്ടുണ്ടായിരുന്നു. ഹി കുഡ് നോട്ട് കോണ്ടാക്ട് സ്പിൽമാൻ ആൻഡ് ഡൈഡ് ഇൻ സോവിയറ്റ് പ്രിസൺ ഇൻ 1952. അപ്പം സ്പിൽമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ സ്പിൽമാനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അദ്ദേഹം 1952 മരിക്കുകയാണ് ചെയ്തത്, 1952 കേട്ടോ. നല്ലൊരു സ്റ്റോറി ആണല്ലോ. ഇതൊരു സ്റ്റോറി അല്ല, ഇതൊരു റിയൽ ആയിട്ട് നടന്ന ഒരു ഇൻസിഡന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു കഥ നമുക്ക് ആക്ച്വലി നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളിത് മനസ്സിലോർത്ത് വെക്കുക. നമുക്ക് എത്രയും പെട്ടെന്ന് അതിന്റെ ആക്ടിവിറ്റീസിന്റെ ഭാഗം അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യാം. താങ്ക് യു.